പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസ്പ 4 എന്നുള്ളത് ക്രൈസ്തവ സമുദായം, ക്രിസ്തീയ സമുദായം കടന്നു പോകുന്ന വേദനയുടെ ഒരു പ്രകാശനം കൂടെയാണ്. അതുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരു തുറന്ന മനസ്സോടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്കിന്ന് ആദ്യത്തെ ദിവസം ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകമാസകലമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ വേദന കൂടെയാണ്. ലോകമാസകലമുള്ളൊരു പ്രതിഭാസമാണ് ക്രിസ്ത്യാനികൾ അന്യായമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. ഇത് മലയാളികളുടെ മാത്രം ഒരു വിഷയമല്ല, ഇത് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് ഇത് മാത്രം നിങ്ങൾ കണക്കാക്കരുത്. ലോകവ്യാപകമായ ഒരു പ്രതിഭാസമാണ് ക്രിസ്ത്യാനികൾ അന്യായമായി ആക്രമിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് മാത്രം ചിന്തിക്കണമെന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പീഡിത സമൂഹത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കണം. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, ഇവിടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹത്തിലായിക്കോട്ടെ, ഏതെങ്കിലും രാജ്യത്തായിക്കോട്ടെ, അവിടെ ഒരു സമൂഹം പീഡിപ്പിക്കപ്പെടുകയും ആ സമൂഹം ശിഥിലീകരിക്കപ്പെടുകയും ആ സമൂഹം ഘട്ടം ഘട്ടമായി തിരോഭവിക്കുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൻ്റെ, അവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ സുസ്ഥിതിയെ ബാധിക്കും. ഒരു ബിൽഡിങ്ങിൻ്റെ വിവിധ കല്ലുകൾ എന്നതുപോലെ അനേക സമൂഹങ്ങൾ കൈകോർത്ത് വളരേണ്ട ഒരു വേദിയാണ് പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹം എന്നുള്ളത്. അവിടെ ഒരു സമൂഹവും പീഡിത സമൂഹമായി, ഒരു സമൂഹവും ശിഥിലീകരിക്കപ്പെട്ടതായി നാമാവശേഷമാകാൻ നമ്മൾ ഇടവരുത്തരുത്. നാമാവശേഷമാകുന്ന എല്ലാ സമൂഹത്തോടും, പീഡിത സമൂഹത്തോടും മുഴുവൻ നമുക്കൊരു തുറവിയും സഹോദര തുല്യമായൊരു പരിഗണനയും നമുക്ക് ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ ദിവസം ഇന്നലെ ഒരു വാർത്ത വന്നു. എത്യോപ്യയിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന ഒരു വേദനയെക്കുറിച്ച്. അവിടെ വാർത്ത എങ്ങനെയാണ്? 300 ക്രൈസ്തവരെ ഇസ്ലാമിക കലാപകാരികൾ ചുട്ടുകൊന്നു. റിപ്പോർട്ട് സ്ഥിരീകരിച്ച് ഹ്യൂമൻ റൈറ്റ്സ്. എത്യോപ്യ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു സാധാരണ രാജ്യമാണ് എത്യോപ്യ. അത് 2000 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വിശ്വാസം എത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ആദിമ ക്രൈസ്തവരോടൊപ്പം തന്നെ ഇവരുടെ എത്യോപ്യയിൽ വിശ്വാസം എത്തിയതാണ്. അത്രയും പഴക്കമുള്ള രാജ്യമാണ്, വിശ്വാസത്തിൽ അത്രയും പഴക്കമുള്ള 2000 വർഷത്തെ പാരമ്പര്യമുള്ള രാജ്യമാണ് എത്യോപ്യ. ഇന്നലെ വന്ന വാർത്ത എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18 ഈ രാജ്യത്ത് ഏതാണ്ട് 300ഓളം ക്രൈസ്തവരെ അവിടെയുള്ള ഇസ്ലാമിക കലാപകാരികൾ തീയിലിട്ട് ചുട്ടുകൊന്നു. നിങ്ങൾ ആ അന്തരീക്ഷം ഒന്ന് ഭാവന കണ്ടു നോക്കിക്കേ. അവരുടെ ദേവാലയങ്ങൾ അഗ്നിക്കരയാക്കുക. പ്രത്യേകിച്ച് 2 ദേവാലയങ്ങൾ അഗ്നിക്കരയാക്കപ്പെട്ടു. 300ഓളം പേര് അഗ്നിയിൽ കിടന്നു. അതിനകത്ത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, രോഗികളുണ്ട്. അവിടെ വകതിരിവില്ലല്ലോ. ആ സമയത്ത് അവിടുത്തെ നിലവിളി, ആരവങ്ങൾ, കണ്ണുനീര്, അവിടുത്തെ പരിഭ്രാന്തി എല്ലാം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കുക. ഒരു സമൂഹത്തിൻ്റെ അതികഠിനമായ വേദനയുടെ നിമിഷങ്ങൾ. ഒരു ഭൂപ്രദേശത്തിൻ്റെ മുറിവാണ്, ഒരു ഭൂപ്രദേശത്തിൻ്റെ കണ്ണുനീരാണത്. ആ വാർത്തയിലൂടെ ഒന്ന് കടന്നു പോകാം നമുക്ക്. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ഗോത്രവംശജരായ ഇസ്ലാമിക കലാപകാരികൾ 300 ക്രൈസ്തവരെ ചുട്ടുകൊന്നുവെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. ഇസ്ലാമിക കലാപം പിടിമുറുക്കിയ ഒറോമിയ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 18 നടന്ന ക്രിസ്തീയ വംശഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്യോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്ഥിരീകരിച്ചതോടെയാണ് ഈ കഴിഞ്ഞ ദിവസം പുറംലോകം ഈ വാർത്ത അറിഞ്ഞത്. ഇതോടൊപ്പം 2 ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കിയെന്നും സർക്കാർ ഇതര സന്നദ്ധ സംഘടനയായ എത്യോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്ഥിരീകരിച്ചു. ബൊക്കോ ഹറാം, ഫുലാനി എന്നീ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്ന നൈജീരിയ ക്രൈസ്തവ രക്തസാക്ഷിത്വ ഭൂമിയായി മാറുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ക്രിസ്തീയ വംശഹത്യ അരങ്ങേറിയ നടുക്കത്തിലാണ് വിശ്വാസികൾ. ക്രിസ്തീയ വംശഹത്യയാണ് നടക്കുന്നത്. വംശഹത്യ, ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ്. ക്രിസ്തീയ വംശഹത്യ അരങ്ങേറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഇത് പലതും എനിക്ക് പുതിയ അറിവാണ്.
ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾ അത് നമ്മിൽ നിന്ന് മറച്ചു വെച്ചു? എന്തുകൊണ്ട് ഇത് ലോകത്തിൽ നിന്ന് മറച്ചു വെക്കുന്നു? ഇതിനു മുമ്പ് പല വാർത്തകളും പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രതികരണം, ഇതെന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇതെന്തുകൊണ്ട് എല്ലാവരെയും അറിയിച്ചില്ല? ഇതിനെന്തുകൊണ്ട് തക്ക സമയത്ത് ലോകത്തെ ഉണർത്തിയില്ല? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്ന ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന പലതും എനിക്ക് പുതിയ അറിവുകളാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയണത്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൽ അഭിമുഖീകരിക്കുകയും അവർ കടന്നു പോവുകയും ചെയ്യുന്ന നീറുന്ന വേദനയുടെ നൊമ്പരപ്പാടുകൾ ഞാനും നിങ്ങളും അറിയണം. എങ്കിലേ അവരുടെ പ്രതികരണത്തിൻ്റെയും അവരുടെ റെസ്പോൺസിൻ്റെയൊക്കെ ആഴം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. പക്വതയോടെ, മനുഷ്യവംശത്തിന് മുഴുവനുള്ള സ്നേഹത്തോടെ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് യേശുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ആരോടും പ്രത്യേകിച്ച് വെറുപ്പോ വൈരാഗ്യമോ ഞാൻ കരുതുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. വേറെ ഒരു മതസമൂഹത്തോടും വെറുപ്പോ വൈരാഗ്യമോ കീപ്പ് ചെയ്യുന്നില്ല. അത് വളരാനോ പ്രചരിപ്പിക്കാനോ അത് വളർത്താനോ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആരും മറ്റൊരു മതസമൂഹത്തെയോ മറ്റൊരു വിശ്വാസ സമൂഹത്തെയോ വെറുക്കുകയോ പ്രതികാരത്തിലിരിക്കുകയോ ചെയ്യരുത് എന്നത് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിൽ സംഭവിക്കുന്നതെന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അത് വേദനയാണത്. നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ അസ്തിത്വത്തിൻ്റെയും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെയും ഭാഗമാണത്. അല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമ്മുടെ മകനോ മകൾക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ ഒരു കാര്യം സംഭവിച്ചാൽ അത് എൻ്റെ ഈ ശരീരത്തിൻ്റെ, എൻ്റെ ഈ അസ്തിത്വത്തിൻ്റെ, എൻ്റെ താളമിടിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അത്? അതുപോലെ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമുദായത്തിൻ്റെ അംഗങ്ങളുടെ വേദനകളും. ഇത് നമുക്ക് മാത്രമല്ല, ഓരോ സമുദായ അംഗങ്ങളും അതുപോലെ തന്നെ അവരവരുടെ സമുദായത്തെ സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിൻ്റെ താളമിടിപ്പുകളും അവരുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തന്നെ ക്രിസ്തീയ സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തെക്കുറിച്ച് ഈശോ തന്നെ പറയണത് ഇങ്ങനെയാണ്: ഈ വിശ്വാസികളിൽ ആരെങ്കിലും ഒരു വിശ്വാസിയെ നമ്മൾ പീഡിപ്പിക്കുകയോ ഞെരുക്കുകയോ ചെയ്യുമ്പോൾ യേശു പറയുന്നതാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. യേശു വിശ്വാസം സ്വീകരിച്ച ആ ഒരു വ്യക്തിയുമായി താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയും. എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാനും കൂടെയാണ് പീഡ സഹിക്കുന്നത് എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു ആത്മീയ സത്യമാണത്. കാരണം നമ്മൾ ഉൾക്കൊള്ളുന്ന സമുദായത്തെ ലോകത്തിലെ ഏത് കോണിൽ നടന്നാലും അത് നമ്മുടെയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ താള ലയങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു വേദന ഉൾക്കൊണ്ട് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സമുദായത്തോടോ മറ്റൊരു വ്യക്തിയോടോ വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാതെ പക്വതയോടുകൂടി മനുഷ്യവംശത്തിൻ്റെ പ്രതികൂലങ്ങളെ, മനുഷ്യവംശത്തിൻ്റെ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും കൈകോർത്ത് പ്രവർത്തിച്ചും ലോകത്തിൽ നിന്ന് മനുഷ്യവംശത്തിനെതിരെയുള്ള, മനുഷ്യ അവകാശത്തിനെതിരെയുള്ള, മനുഷ്യൻ്റെ അന്തസ്സിനെതിരെയുള്ള എല്ലാ തിന്മകളെക്കെതിരെയും നിലപാടെടുക്കാൻ നമുക്ക് കഴിയുകയും വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. എനിക്കെന്തായാലും പലതും പുതിയ അറിവുകളാണ്. അതുകൊണ്ട് അതായിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി മനുഷ്യവംശത്തിന് വേണ്ടിയും പീഡിത സമൂഹങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടിയും ആരോഗ്യപരമായൊരു നിലപാടെടുക്കാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊസാംബിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് അവിടെ നടന്നൊരു കാര്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ഒരു ന്യൂസ് ഈ ദിവസം കാണുന്നുണ്ട്. ഈ മൊസാംബിക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 57% ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യമാണ്.
ആ സമൂഹത്തിൽ ഇവിടെ ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു, അവിടെ ഭവനരഹിതരായി മാറുന്നു, അഭയാർത്ഥികളായി പോകുന്നു. അങ്ങനത്തെ ഒരു ന്യൂസ് ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. A report just out by the global NGO Save the Children says children as young as 11 are being killed in Mozambique's province of Cabo Delgado. As the conflict there continues to displace thousands, families report horrifying scenes of murder and loved ones disappearing. അതായത് മൊസാംബിക്കിൽ വലിയ കോൺഫ്ലിക്റ്റ് അരങ്ങേറി. അതായത് ചില സംസ്ഥാനങ്ങളിൽ, ചില പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് അവികസിതമായ ഉൾപ്രദേശങ്ങളിൽ എന്നിട്ട് വളരെ കിരാതമായ വിധം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു, കുടുംബങ്ങൾ തകർക്കപ്പെട്ടു, അഗ്നിക്കിരയാക്കപ്പെട്ടു, ഭവനങ്ങൾ, ജനങ്ങളെല്ലാം ഭവനരഹിതരായി നാനാദേശങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടേണ്ടി വന്നു. അങ്ങനെ ആ വാർത്ത അവർ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. It's been very difficult to get any information out of the area due to the government's restrictive information policy. But after months of waiting, our correspondent Adrian Krish was accredited and has now sent us some rare insights into the brutal situation. അവിടുത്തെ ബ്രൂട്ടൽ സിറ്റുവേഷനെ കുറിച്ച് ഇവർക്ക് അറിവ് കിട്ടി. ഈ ന്യൂസ് ഏജൻസിക്ക് അറിവ് കിട്ടിയത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യവിതരണ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ചില ആളുകൾ പുറലോകത്ത് വന്ന് അറിയിച്ചപ്പോഴാണ് ഈ ന്യൂസ് ഏജൻസിക്ക് ഇങ്ങനെയുള്ള അറിവ്, ഈ കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നത്. അതാണ് അവരിപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. We are traveling to Kirimba Island, where the United Nations World Food Programme is planning a food distribution program. The engines are too heavy. Yeah. But our boat's journey ends at the halfway point. The tide is going out, so we have to continue on foot. The area is dangerous. On the close-by mainland, there are still regular attacks by Islamist insurgents. We've been trekking about half an hour now. Unfortunately, we don't know really how far it is. അവർ കടലിലൂടെയും നദിയിലൂടെയും കരയിലൂടെയൊക്കെ നടന്നും നീന്തിയും ഒരു വിധത്തിലാണ് അവികസിതമായ ഈ പ്രദേശത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അവർ എത്തിച്ചേരുന്നത്. Then we meet the first locals. And finally, we reached the remote island, which was attacked by terrorists last year. They looted the village and murdered 2 people. When we reached the food distribution venue, the local head of administration tells us the terrorists also kidnapped 30 children. ഇസ്ലാമിക കലാപകാരികൾ ആ പ്രദേശത്തെ ആക്രമിച്ചു. 10-30 കുട്ടികൾ അവർ തട്ടിക്കൊണ്ടുപോയി. ഭവനരഹിതരായവരെല്ലാവരും കൂടെ അഭയാർത്ഥി ക്യാമ്പ് പോലെ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരുപാട് വിശപ്പും ദാഹവും സഹിച്ച് അലയുന്ന ജീവിതങ്ങൾ. Bish Oliveira's 16-year-old daughter Mwanarabo is one of the missing children. She disappeared without a trace. These people are just evil. They come from far away, take away our children, and don't even tell us why or what they want. I am sad, I'm angry. I just don't understand. Isa Hamisi was there when Mwanarabo was kidnapped. He almost ended up in the same situation himself. ഈ ബാലനെ അവർ തട്ടിക്കൊണ്ടുപോയതാണ്. തട്ടിക്കൊണ്ടുപോയ ആ ഗ്രൂപ്പിൽപ്പെട്ടവരിൽ നിന്ന് കുറച്ച് ആൺകുട്ടികളും കുറച്ച് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവരിൽ ഒരു കുട്ടിയാണ് ഇവരോട് സംസാരിക്കുന്നത്. ആ കുട്ടി പറയുകയാണ്, അവർ തട്ടിക്കൊണ്ടുപോയപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവരെ തോക്ക് കൊടുത്ത് വെടിവെക്കാൻ മിലിറ്റൻസ് ആകാൻ ഇവരെ പഠിപ്പിക്കും, എന്നിട്ട് തിരിച്ച് തോക്കും കൊടുത്ത് ഇവരെ ക്രിസ്ത്യാനികളെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇവിടെ തിരിച്ചുവിടും. പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത് പെൺകുട്ടികൾ അവരുടെ ഭാര്യമാരായിട്ട് അവർ കൊണ്ടുപോകും. ഇങ്ങനെ ആൺകുട്ടികളെ മിലിറ്റൻസ് ആക്കിയും പെൺകുട്ടികൾ അവരുടെ സെക്സ് ലൈവ്സ് ആക്കിയിട്ട് മാറ്റുന്ന ആ ഒരു കിരാത പ്രവർത്തനത്തെക്കുറിച്ച് ആ ഗ്രൂപ്പിൽ അവർ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. They said, we are taking you with us to our camp. We will train you and teach you to shoot and make you a soldier. But 5 boys, 2 girls and myself managed to escape on the way there. After they said they wanted to make the boys into soldiers, what did they say to the girls? They said, we will make them our wives. So far there has been no international outcry because the news still hasn't got out of the island without electricity or a telephone network almost 1 year on. Many residents live in fear of another attack. Not a single soldier has been stationed here to protect them up to now. അവരുടെ വലിയ സങ്കടമാണ്. 1 വർഷമായിട്ട് ഈ വാർത്ത പുറംലോകം അറിഞ്ഞിട്ടില്ല. 1 വർഷമായിട്ട് ഗവൺമെൻറ്റോ പട്ടാളമോ ഏജൻസികളോ ഒന്നും ഇവരുടെ സഹായത്തിനെത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ എത്രയോ 10,000 ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായും
ജീവഭയത്തോടെയും വലിയ സങ്കടത്തിൽ കടലിലായി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി മാത്രം. മൊസാംബിക്കിൽ ഈ ഭീകരന്മാരുടെ, ഈ തീവ്രവാദികളുടെ സംഹാരതാണ്ഡവം നടന്ന മറ്റൊരു പട്ടണത്തെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. We don't know actually who is behind of this. Their life is not good. All the bodies that they find, there was tight. They're all very hungry. They've survived on root vegetables and rainwater up until now. വിശന്ന് പൊരിയുന്ന ജീവിതങ്ങൾ, കിട്ടുന്നത് കഴിച്ച് ജീവിക്കുക. അവർക്ക് വല്ലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ എന്തെങ്കിലും ഫുഡ് വിതരണ ഏജൻസികൾ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ മരുഭൂമി സദൃശമായ അവിടെ പായകെട്ടി കിടക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. The soldiers are wary of those trying to re-enter the town in case the extremists are hiding amongst them, posing as villagers only to mount another attack. And they're lined up to be questioned and inspected before any of them are allowed through. The dead are still laying in the open in the street. They haven't been able to retrieve them up until now. ഡെഡ് ബോഡികൾ അങ്ങനെ ചെതറി There are കിടക്കുകയാണ്. modest attempts to give some respect to those who died in this terrifying and violent assault. But in the smaller Fungi, ഭയചകിതരായ ജനങ്ങൾ എയർപോർട്ടിൽ ചെന്ന് അഭയം തേടിയിരിക്കുകയാണ്. refuge there told us how they fled for their lives. I went to pick up my family, my wife and the kids, all of them. Then we went to the bush because the people that was following us in the back. So after that, when we jumped one river, we found the people with the gun. They were shooting one people to another, and there's another people also just chopping at the people. So we tried to run away. They're killing people. How? They shoot people, even they're following us, shooting us. Then we run away. The governor went to try to reassure the thousands of people who... നിങ്ങൾ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കിയേ. വിശന്ന് പൊരിയുന്ന അസംഖ്യം വയറുകൾ, വേദനകൾ, വേദനക്കടലായ സങ്കടക്കടലായ മനുഷ്യ സമൂഹം. അവർ വിശന്ന് പൊരി, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തരിക. അവരെല്ലാം നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബം എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ മരുഭൂമി സദൃശമായ സ്ഥലത്ത് തമ്പടിച്ച് കിടക്കുകയാണ്. Insurgents and have now taken sanctuary in the Katunda resettlement village on the edge of the LNG site. This village was built for those displaced by the huge gas project, but the numbers have now swelled to bursting. വിശന്ന് പൊരിയുന്ന ജനങ്ങൾ അവരുടെ വേദന വിളിച്ചറിയിക്കുകയാണ്. പുറംലോകത്ത് അറിയണം, ജനങ്ങൾ ഇത് കാണണം. Halted because of the militant attacks. These people have had very little to eat or drink in nearly a fortnight. They're all saying how hungry they are and begging us for food and for the authorities to stop this conflict. Look at them, they're all calling, they're all saying, food, we want food. No, Al-Hibla is hungry. ഈ വേദനിക്കുന്ന മുഖങ്ങൾ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും സഹോദരങ്ങളെ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ അവസ്ഥകളിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കടന്നു പോകുമ്പം കോടിക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിൽ ഇതുപോലെ വേദനിക്കുന്ന മുഖവുമായി വേദനയുടെ നടുവിൽ സങ്കടക്കടലായി കടന്നു പോകുന്നത്. Their life is not good. Desperate. And more worryingly for Mozambique is how it protects these people, controls this militant insurgency and stops it from spreading. മൊസാംബിക്കിലെ സങ്കടകരമായൊരു കാഴ്ചയാണ്. ഇതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അനേകായിരങ്ങൾ ഇന്ന് തപ്പിത്തടഞ്ഞ് കഴിയുകയാണ്. 57% ക്രിസ്ത്യൻസ് ഉള്ള ഒരു രാജ്യത്താണ് ഇങ്ങനെ സംഭവിക്കണം നമ്മൾ മനസ്സിലാക്കണം. എന്താ അതിൻ്റെ കാരണം? കൈ കോർക്കേണ്ട സമയത്ത് കൈ കോർക്കുന്നില്ല, ഒരുമിക്കേണ്ട സമയത്ത് ഒരുമിക്കുന്നില്ല, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല. മോശയോടൊപ്പം ജോഷുവായി നമുക്ക് ആവശ്യമാണ്. ദൈവം മോശയെ കൊടുത്തു, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതൃത്വത്തിന് മോശയെ കൊടുത്തു. മോശയോടൊപ്പം ജോഷുവ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നേറി. ജോഷുവ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചൊരു ന്യൂസ് ചാനൽ പറയുകയാണ്,
ആദിമകാലത്ത് ക്രിസ്തീയ സമുദായം അഭിമുഖീകരിച്ചതിനേക്കാൾ കഠിനമായ മതപീഡനമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ധരിച്ചൊരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. In recent years, Christian persecution has been sharply on the rise, and its terrible impacts have only begun to be felt. In fact, according to Pope Francis, conditions for Christians are worse now than they were in the days of the early church. മാർപ്പാപ്പ പറയുകയാണ്, ആദ്യകാലത്ത് ആ കിരാതന്മാരായ റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് നീറോ, ഔറേലി മുതൽ വലിയ വലിയ കിരാതന്മാരായ ചക്രവർത്തിമാർ കഠിനമായി നിഷ്ഠൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. അന്നുണ്ടായതിനേക്കാൾ വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര കൂടുതൽ ഗ്രാവിറ്റിയിലാണ് ഇന്ന് മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിക്കുകയുണ്ടായി. In fact, according to Pope Francis, conditions for Christians are worse now than they were in the days of the early church. Father Paweł Rytel-Adrianik, director of the Office for Foreign Communication of the Polish Bishops' Conference, is here with me to talk about the issue. ഫാദർ അന്ത്രിയാനിക് എന്ന് പറഞ്ഞാൽ പോളിഷ് ബിഷപ്സ് കോൺഫറൻസിൻ്റെ മീഡിയ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്, ഹെഡാണ് പവൽ അന്ത്രിയാനിക് അച്ഛൻ. ഈ പവൽ അന്ത്രിയാനിക് അദ്ദേഹം ഫോറിൻ കമ്മീഷൻ്റെ ചെയർമാനായി ഈ അച്ഛൻ പറയുകയാണ്, ഇന്ന് 1-2 രാജ്യങ്ങളിലല്ല അസംഖ്യം രാജ്യങ്ങളിൽ ഈ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്നുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ച് വരികയാണെന്ന് പറയുന്നു. Hello, Father. How are you? Hello, very well. Thank you very much. Thank you for coming. Now, Father, in which part of the world and which countries are Christians most severely persecuted? Actually, according to the Open Doors World Watch list from 2018, which is the recent list that they have, they said that the Christians are persecuted in 73 countries, and there are 245 million Christians who are persecuted. അതായത് 73 രാജ്യങ്ങളിലായി 245 മില്യൺ ജനങ്ങളാണ് പീഡ സഹിക്കുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പം 245 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24 കോടി ജനങ്ങൾ, 24.5 ഏതാണ്ട് 25 കോടിയോളം ജനങ്ങൾ. അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് വേദനയുടെ നടുവിലാണ്. കോടിക്കണക്കിന് വിശ്വാസികൾ ഇതുപോലെ മരണത്തിൻ്റെ മുഖത്താണ്. കെനിയയിൽ നിന്നൊരു റിപ്പോർട്ട് വന്നത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കെനിയ എന്ന് പറഞ്ഞാൽ 85% ക്രിസ്ത്യൻസ് ഉള്ളൊരു രാജ്യമാണ് കെനിയ. അവിടെ വളരെ മൈനോറിറ്റി 10%, 18% മറ്റേ മുസ്ലിംസ് ഉള്ളൂ. അവിടെയും തീവ്രവാദികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കെനിയ, അവിടെ ഒരു കോളേജ് ക്യാമ്പസ് കയറി കെനിയയിൽ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ ചോദിച്ചു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജാതിയിൽ നോക്കിയിട്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ വെടിവെച്ച് കൊല്ലുക. ആ റിപ്പോർട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Gunmen in combat gear storming a college campus in Kenya, into dorms reportedly taking aim at Christians. It began before sunrise, the terrifying thud of a grenade at the university gates, then gunfire. Terrorists strapped with explosives going from dormitory to dormitory. The gunmen were methodical, reportedly demanding to know who was Muslim and who was Christian. ഓരോ വാതിലും മുട്ടി അവരാളെ പുറത്തിറക്കും. എന്നിട്ട് ചോദിക്കുക, നീ ആരൊക്കെയാണ് മുസ്ലിംസ്, ആരൊക്കെയാണ് ക്രിസ്ത്യൻസ്. എന്നിട്ട് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച്. അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ തന്നെ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. I don't know how much time elapsed before he was able to stand there and start asking people one by one what their religion was. Are you a Christian? He would ask them. And if you're a Christian, stand up. And they would stand up, and he said, good, because you're a Christian, you're going to see God in just about 1 second. And then he shot and killed them. ചോദിക്കുകയാണ്, നീ ക്രിസ്ത്യാനിയാണോ നീ മുസ്ലിമാണോ ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുക അങ്ങോട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 147 കോളേജ് സ്റ്റുഡൻസിനെയാണ് അന്ന് ആ കോമ്പൗണ്ടിൽ അവർ വെടിവെച്ച് കൊന്നത്. 73 രാജ്യങ്ങളിൽ ഇതുപോലെ കൊടിയ മതപീഡനം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 24 കോടിയിലധികം ജനങ്ങൾ ഞാൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടിയ തരത്തിലുള്ള ഈ മതപീഡനത്തിൽ കടന്നു പോവുകയാണ്. നൈജീരിയ മറ്റൊരു പ്രദേശമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് അവിടെയുള്ള വിശ്വാസികൾ സഹിക്കുന്നത്. നമുക്ക് ഒരാളുടെ ഒരു അനുഭവം, ഒരാളുടെ ഷെയറിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. You probably never heard about this genocide, but it is happening right now as you are watching this video. Let's talk about Nigeria.
17 Christians are killed every day in the first half of 2021 due to threats or attacks. And not only that, Nigeria is among the top 10 most dangerous countries for Christians. It leads the world in the number of kidnapped Christians. Just a few months ago, armed terrorists raided the Bethel Baptist High School and kidnapped 140 pupils, including young girls. This is the reality for Christians in Nigeria, as well as other groups like the Igbos. Nigerian pastor Balonel Ibrahim. ഈ ഒരു ലീഡറിനെ അവർ പള്ളിയിൽ വെച്ച് അവർ ആൾക്കാരെ അവർ നിൽക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ വെച്ച് തന്നെ അവർ വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ 100 കണക്കിന് ആളുകളെ അവർ പള്ളി വെച്ചും ഒക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. Was shot dead on the altar of the church located inside the Maiden village. It happened during a child dedication service at the church. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കുന്നതിലും വളരെ വളരെ ഭയാനകമാണ് നൈജീരിയയിലെ സ്ഥിതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രവാചക ശബ്ദത്തിൽ അടുത്ത നാൾ ഒരു റിപ്പോർട്ട് വന്നു, 37 ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു. നമ്മൾ ജീവിക്കുന്ന 2021 ഈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിച്ച കാര്യമാണ്. 27-ാം തീയതി റിപ്പോർട്ട് വരുന്നത് നൈജീരിയയിൽ 37 ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദി കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മളത് കാണുന്നത്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് 37 ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തി. എൽവാൻ സംഘം എന്ന പ്രവിശ്യയിൽ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു പ്രദേശവാസികളെ ക്രൈസ്തവരെ ഫുലാനി ഭീകരർ കൂട്ടക്കൊല ചെയ്തതെന്ന് ക്രൈസ്തവ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന സന്നദ്ധ സംഘടന ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. വീട് വീടാതിന് കയറി ഇറങ്ങിയ ഭീകരർ ക്രൈസ്തവരെ കൊന്നൊടുക്കുകയായിരുന്നു. പ്രദേശത്തേക്കുള്ള പാലം നശിപ്പിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ സുരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് സൈനിക വക്താവ് റോയിറ്റേഴ്സിനോട് പറഞ്ഞു. റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞ വാർത്താ ഏജൻസി റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ലോകത്ത് ഏറ്റവും അധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് നൈജീരിയ. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ, ബൊക്കോ ഹറാം, ഫുലാനി ഹെഡ്സ്മാൻ തുടങ്ങിയ തീവ്രവാദി സംഘങ്ങളാണ് രാജ്യത്ത് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 1 മുതൽ എന്ന് പറഞ്ഞാൽ 2021 മെയ് 1 മുതൽ ജൂലൈ 18 വരെയുള്ള 80 ദിവസങ്ങൾക്കുള്ളിൽ 1992 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതായി അടുത്ത നാളിൽ ദ ഇൻ്റർനാഷണൽ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ 80 ദിവസങ്ങൾക്കുള്ളിൽ മെയ് 1 തൊട്ട് ജൂലൈ 18 വരെ ഏതാണ്ട് 2.5 മാസം, ആ 80 ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 2000-നടുത്ത് ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത് നൈജീരിയയിൽ മാത്രം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ പെർ ഡേ എത്രയാ? 17 അതിൽ കൂടുതൽ, 20-30, അത് 2000-ഓളം ക്രിസ്ത്യാനികളാണ് 2.5 മാസം കൊണ്ട് കൊല്ലപ്പെട്ടത്. 780 ക്രിസ്ത്യാനികൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കൂടെ തട്ടിക്കൊണ്ട് പോകലിന് ഇരയായെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ നരഹത്യക്കെതിരെ ലോകരാജ്യങ്ങൾ ഉണരണമെന്ന് നിരവധി തവണ നൈജീരിയൻ മെത്രാന്മാർ ആവശ്യപ്പെട്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാകുന്നില്ല. സത്യത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷി മരവിച്ചു പോയൊരു സ്ഥിതിയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഫ്ഗാനിൽ നിന്ന് ഒരു മനുഷ്യൻ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ ദിവസങ്ങൾ കണ്ടൊരു റിപ്പോർട്ട്, ഒരു അപ്പീലാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എനിക്ക് യേശുക്രിസ്തുവിന് ഇഷ്ടമാണ്, ഞാൻ യേശുക്രിസ്തു എൻ്റെ ഹൃദയം കൊണ്ട് രക്ഷിതാവിനെ സ്വീകരിച്ചു. എന്നോട് വേറെ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് നേരിട്ട് യേശുവിന് അനുഭവം ഉണ്ടായി, ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഇവിടെ മതപീഡനം താലിബാനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനിരിക്കുമ്പോൾ ഇനി വരാൻ പോണത് എൻ്റെ ഭാര്യനെ താലിബാൻകാർ വന്ന് പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കും, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി മിലിറ്റൻസ് ആക്കി അവർ തോക്കും കൊടുത്ത് അവർ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വിടും. ഇതാണ് എൻ്റെ സ്ഥിതി. ഈ സ്വരം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പീൽ അദ്ദേഹം ലോകത്ത് കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. Hello, my name is Habib and this is my wife Amida and I have 2 little children. As you see, I am living here and this place is in the middle of nowhere because a while ago I had a vision about Jesus Christ. He said to me, He is the one I supposed to be following. And ever since I gave my heart to Jesus Christ and I had to tell my family about it, they became violent. My family told me they're gonna tell Taliban about us. Now if Taliban comes and catch us, they're gonna kill me right in the spot and they're gonna take my children, make him a radical Muslim and give my wife to somebody else. Your family, you guys are my brothers and sisters. If you guys don't do anything, who would do it? Your ways will change. Please do something. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഹെൽപ്ലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളെ നിങ്ങളെ സഹായിക്കണം. വേദനയിലും പീഡനത്തിലിരിക്കുന്ന പീഡിത ജീവിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണമെന്ന് അദ്ദേഹം അപ്പീൽ ചെയ്യുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അഫ്ഗാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനിയാണെന്ന് കണ്ട തൊലി ഉരി ഞാൻ ഓർക്കട്ടെ, ഈ അടുത്ത കാലത്ത് വേറെ റിപ്പോർട്ട് വന്നത്, ഒരു വിശ്വാസിയാണ് ഒറ്റ കാരണത്തെ പ്രതി കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞ് മരണത്തിന് വിട്ടുകൊടുത്തൊരു അഫ്ഗാൻകാരൻ്റെ ഒരു അനുഭവം. അതിനെക്കുറിച്ച് സൺഡേ ഷാലമിൽ റിപ്പോർട്ട് വന്നിരുന്നു. താലിബാൻ ഭീകരർ ഒരു അഫ്ഗാൻ ക്രൈസ്തവ വിശ്വാസിയെ ജീവനോടെ തൊലി ഉരിഞ്ഞ് തൂണിൽ തൂക്കിയിട്ടതായി മുൻ അമേരിക്കൻ പ്രതിനിധി സഭാംഗം മാർക്ക് വാക്കർ. കടുത്ത ഭീഷണി നിലനിൽക്കുമ്പോഴും അവിടുത്തെ ക്രൈസ്തവ പുരോഹിതർ ജനങ്ങളുടെ അരികിലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവർ ആശങ്കയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജീവനോടെ തൊലി ഉരിഞ്ഞ സംഭവം നടന്നതെന്ന് വാക്കർ വിശദീകരിച്ചു. അമേരിക്കൻ റേഡിയോ അവതാരകൻ ടോഡ് സ്റ്റാർണസിന് നൽകിയ അഭിമുഖത്തിലാണ് വാക്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ക്രൈസ്തവ വിശ്വാസം കൈവിടണമെന്ന നിർബന്ധത്തിന് വഴങ്ങാതിരുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ മുൻപിലിട്ടാണ് അവരുടെ ബന്ധുവിനെ താലിബാൻ ജീവനോടെ തൊലിയുരിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ച് ആ വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ് നിങ്ങൾ കണ്ടോ? അതായത് ബന്ധുക്കളെല്ലാം മുമ്പിലിട്ട് തൊലി ഉരിഞ്ഞ് തൂണെ കെട്ടിയിട്ടപ്പോഴും അദ്ദേഹം വിശ്വാസം ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മനുഷ്യൻ കണ്ടോ? അദ്ദേഹം പറഞ്ഞ് ചുറ്റുവട്ടം താലിബാനെല്ലാം കൊടുമ്പിരി കൊള്ളുമ്പോൾ അദ്ദേഹം യേശുവിൽ വിശ്വാസം സ്വീകരിച്ച് അദ്ദേഹം പറയുകയാണ്, എൻ്റെ എല്ലാ സർവ്വതും നഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ ജീവനായ യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ജീവന് തുല്യം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, ജീവൻ കളഞ്ഞും വിശ്വാസത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങളുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ബൈബിൾ കൈവശം വെച്ചതിൻ്റെ പേരിൽ ഒരു അഫ്ഗാൻ പൗരനെ വെടിവെച്ച് കൊന്നൊരു വാർത്ത. ബൈബിൾ കൈവശം വെച്ച അഫ്ഗാൻ പൗരനെ താലിബാൻ ഭീകരർ വധിച്ചതായും തീവ്രവാദികൾ ക്രൈസ്തവ ഭവനങ്ങൾ കയറി ഇറങ്ങുന്നതായും UK കേന്ദ്രമായുള്ള എക്സ്പ്രസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്തവർ നേരിടുന്ന ദാരുണാവസ്ഥ റിലീസ് ഇന്റർനാഷണൽ എന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയുടെ ബ്രിട്ടനിലെ വക്താവ് ആൻഡ്രൂ ബോയ്ഡ് GB ന്യൂസ് മാധ്യമത്തോട് വിശദീകരിച്ചു. താലിബാൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവർ രഹസ്യമായിട്ടായിരുന്നു ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ പീഡനം അവർ ആരംഭിച്ചിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുക എന്നത് അഫ്ഗാനിസ്ഥാനിൽ ജയിൽ ശിക്ഷയോ വധശിക്ഷയോ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്ത്യാനികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UK-യിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളുടെ സമൂഹം. അഫ്ഗാനിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ വിധത്തിലാണെങ്കിൽ കാനഡയിലും യൂറോപ്പിലൊക്കെ മറ്റൊരു വിധത്തിലാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. Churches burned in Canada, street preachers arrested for spreading hate speech in England, and people attacked for holding worship services at a park in Portland, Oregon. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും പീഡിപ്പിക്കപ്പെടുന്ന ഒരു പീഡിത സമൂഹമായി ഇന്ന് വിശ്വാസികൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കാനഡയിൽ 2-3 പള്ളികൾ കത്തിക്കുന്ന രംഗങ്ങൾ. Just make sure nothing lights on fire. In the early hours of the morning, members of the Penticton Indian Band spotted flames as a Catholic church burns to the ground. About how these churches ended up in rubble. ഇതിൻ്റെ എല്ലാം പിന്നിൽ പല വിധത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ കൈകോർത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ലോകവ്യാപകമായൊരു പ്രതിഭാസമാണ് ക്രിസ്തീയ വംശഹത്യയ്ക്ക് വേണ്ടിയുള്ള തീവ്രവാദ സംഘങ്ങളുടെ കൈകോർക്കൽ. മറ്റൊരു പള്ളി ഇതുപോലെ അഗ്നിക്കിരയാക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. No matter if this is just a building, it's something that means to everybody in this village. Family could feel the heat on their skin as fire destroyed an Anglican church across the street from their home. The fire on Gitwangak First Nation, the latest arson and vandalism being... The tower is on fire now. Back in Gitwangak, Daniels fears lives could be lost if this continues. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയം അഗ്നിക്കരയാക്കിയും അവരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടി അവർ നോക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കാനഡ മാത്രമല്ല, ഫ്രാൻസിലൊരു വൈദികൻ്റെ കഴുത്ത് മുറിച്ചും അതുപോലെ തന്നെ അധ്യാപകൻ്റെ കഴുത്ത് മുറിച്ചുള്ള സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ട്. അവിടെ നോട്ടർഡാം കത്തീഡ്രൽ തീ വെച്ച് ആ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ കത്തിയെരിയുന്ന രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു പക്ഷേ മാഞ്ഞുപോയി കാണില്ലായിരിക്കും. Flames brought down the spire and much of the roof at Notre Dame Cathedral yesterday. And think about this, it's the start of Holy Week. This morning the fire is out and prayers and offers of help are coming in from all around the world.
as vicious flames engulfed the 850-year-old masterpiece of Gothic architecture, France's president said a part of us is burning, which just 13 minutes later collapsed by the fire, which tore through the soaring structure, fueled by the wood of 1,300 oak trees that made up part of an interior network of wooden beams. Dropping heavy water from the air was not an option. It had caused the entire structure to collapse. 2/3 of the roof was ravaged. But medieval stonemasons may have saved Notre Dame by doing such a good job on the buttresses that survived the fire. During the fire, onlookers crowded. ഇതുപോലെ എത്രയെത്ര വിധത്തിൽ എത്രയെത്ര രാജ്യങ്ങളിൽ ഈ വിശ്വാസി സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ചൈന, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഒട്ടനവധി രാജ്യങ്ങളിൽ നടക്കുന്നു.